നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഭൂരിപക്ഷം സീറ്റുകൾ LDFന് ലഭിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വടകരയിൽ വർഗീയ ധ്രുവീകരണമുണ്ടായെന്നും BJP വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്ത് മതനിരപേക്ഷ സർക്കാർ അധികാരത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. തൃശൂരിൽ BJP 3-ാം സ്ഥാനത്താവും. ഇടത് വോട്ടുകളെല്ലാം കൃത്യമായി പോൾ ചെയ്യപ്പെട്ടുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് LDF കൺവീനർ കൂടിയായ ജയരാജന് നിർദ്ദേശം നൽകിയെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് തീരും മുൻപേ BJP സഖ്യകക്ഷികളെ തേടുന്നതായി അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര ഏജൻസികളെ വച്ചുള്ള ഭീഷണി നമ്മൾ കണ്ടതാണ്. മോദിയുടെ ഗ്യാരണ്ടി ജനം തള്ളിക്കളഞ്ഞു. വർഗീയ പ്രചാരണങ്ങൾക്കാണ് ഇപ്പോൾ മുൻതൂക്കം. വടകരയിലടക്കം വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു. വടകരയിൽ കോൺഗ്രസും അതിന് കൂട്ടുനിന്നു. തെരഞ്ഞെടുപ്പിന് ശേഷവും വർഗീയതയെ തുറന്നു കാണിക്കാൻ ശ്രമം നടത്തുമെന്നും പാർട്ടി സെക്രട്ടറി പറഞ്ഞു. CAA രാമക്ഷേത്ര വിഷയങ്ങൾ കൊണ്ടുപോലും രക്ഷയില്ലെന്ന് കണ്ടപ്പോൾ മോദി നേരിട്ട് വർഗീയ പ്രചാരണം ഏറ്റെടുത്തു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തെ അപമാനിക്കാനുള്ള സാധ്യതകളെല്ലാം BJPയും RSSും പയറ്റുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. മതനിരപേക്ഷ സർക്കാർ രാജ്യത്ത് നിലവിൽ വരുമെന്നാണ് പാർട്ടിയുടെ പ്രതീക്ഷ. കേരളത്തിൽ കഴിഞ്ഞ തവണത്തെ പ്രഭ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഇല്ല. വയനാട്ടിലടക്കം ഇത് പ്രതിഫലിക്കും. അക്കൗണ്ട് തുറക്കുന്നതിൻ്റെ ഭാഗമായി തൃശൂരിൽ BJP കേന്ദ്ര ഏജൻസികളെ ഇറക്കി. പ്രധാനമന്ത്രി നേരിട്ട് കള്ളപ്രചാരണങ്ങൾ നടത്തി. LDF വിജയം തടയാൻ കോൺഗ്രസ് BJPയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കി. വടകരയിൽ BJP വോട്ട് കോൺഗ്രസിന് നൽകുകയും ചെയ്തു. ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് നിയമസഭാ സീറ്റിൽ BJPയെ ജയിപ്പിക്കാം എന്നാണ് അവസ്ഥ. സ്ഥാനാർത്ഥി നേരിട്ട് ഇടപെട്ടാണ് ചർച്ചകൾ നടത്തിയത്. വർഗീയ പ്രചരണങ്ങൾക്കൊപ്പം വ്യക്തി അധിക്ഷേപവും ഉണ്ടായി. ഇതിനെല്ലാം ജനം തള്ളിക്കളയുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. തൃശൂരിൽ BJP 3-ാം സ്ഥാനത്തേക്ക് പോകും. വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഇടത് സാധ്യത ഇല്ലാതാക്കില്ല. LDFൻ്റെ എല്ലാ വോട്ടും ബൂത്തിലെത്തിയിട്ടുണ്ട്. വോട്ട് കുറഞ്ഞത് UDF സ്വാധീന മേഖലകളിലാണ്. ഇടതുമുന്നണി ഭൂരിപക്ഷം സീറ്റും നേടുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. EP വിവാദം സെക്രട്ടേറിയറ്റ് പരിശോധിച്ചു. 1 വർഷം മുൻപ് BJP നേതാവിനെ കണ്ടത് EP സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ കാണുമ്പോൾ അവസാനിക്കുന്നതാണ് പ്രത്യയശാസ്ത്ര ബോധമെന്നത് പൈങ്കിളി സങ്കല്പമാണ്. കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് EPക്കെതിരായ ആരോപണത്തിന് പിന്നിലെന്നും EP തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. നിയമപരമായ തുടർ നടപടികൾക്ക് പാർട്ടി അദ്ദേഹത്തിന് നിർദ്ദേശവും നൽകി. ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ളവരുമായി ബന്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ബന്ധം മുൻപേ അവസാനിപ്പിച്ചെന്ന് EP പാർട്ടി യോഗത്തിൽ അറിയിച്ചിട്ടുമുണ്ട്. കേസടക്കം കാര്യങ്ങൾ ആലോചിക്കണം. ഡൽഹിയിലും എറണാകുളത്തും രാമനിലയത്തിലും അടക്കം കൂടിക്കാഴ്ച നടന്നു എന്നുള്ള വാദം ശുദ്ധ അസംബന്ധമാണ്. ശോഭാ സുരേന്ദ്രനെതിരെ EP ജയരാജൻ കേസ് കൊടുക്കുമെന്നും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.